എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു പ്ലാസ്മ അയോൺ ത്രസ്റ്ററിൻ്റെ ഒരു വർക്കിംഗ് പ്രോട്ടോടൈപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്ലാസ്മ അയോൺ ത്രസ്റ്റർ പ്രോട്ടോടൈപ്പിനെ കുറിച്ചിട്ട് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ത്രസ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് പ്ലാസ്മ അയോൺസിനെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ പ്ലാസ്മ അയോൺ എന്ന് പറയുന്നത് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ്. ഖരം, ദ്രാവകം, വാതകം എന്ന് പറയുന്നതിൽ വാതകത്തിന് ശേഷം വരുന്ന നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഇപ്പം നമ്മൾ സ്പേസ് ക്രാഫ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ക്രയോജനിക് ഫ്യൂവലുകൾ, അതായത് ഓക്സിജനും ഹൈഡ്രജനും മിക്സ് ചെയ്തിട്ടുള്ള മിക്സ്ചർ ആയിട്ടുള്ള ഫ്യൂവലുകളെക്കാട്ടും കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫ്യൂവലാണ് ഈ പ്ലാസ്മ അയോൺ ത്രസ്റ്ററിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഭക്ഷണത്തിൻ്റെ ഒക്കെ സമയത്ത്, അതായത് ഇപ്പം നമ്മുടെ വോയേജർ 1 ഒക്കെ പോകുന്ന പോലെ ഒരുപാട് കാലം ബഹിരാകാശത്തിൽ കൂടെ സഞ്ചരിക്കുക, ബഹിരാകാശത്തിനെ കുറിച്ച് പഠിക്കുക, അങ്ങനത്തെ ഉള്ള സാറ്റലൈറ്റുകളിലും അങ്ങനത്തെ പര്യവേഷണ വാഹനങ്ങളിലും നമുക്കിത് യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ലോ ആണെങ്കിലും ഇതിനകത്ത് നിന്ന് വരുന്ന ഔട്ട്പുട്ട് അത്രയും കൂടുതലായിരിക്കും. അതിന് അത്രയും ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഗ്രാം ഫ്യൂവലിൽ നിന്ന് തന്നെ ഇതിന് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ള ത്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊന്നും കൂടാതെ നമ്മൾ ഈ പരിസ്ഥിതി സൗഹാർദ്ദം എന്നുള്ളൊരു ആശയം കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു ത്രസ്റ്റർ മോഡൽ ഇവിടെ രൂപകൽപ്പന ചെയ്തത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ക്രയോജനിക് ഫ്യൂവൽ വെച്ചിട്ടുള്ള റോക്കറ്റുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചർ ആൻഡ് CFC ഗ്യാസ്, അതായത് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. അത് നമ്മുടെ പ്രകൃതിക്കോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിന് ഒട്ടും നല്ലതല്ല. അത് മനുഷ്യന്മാർക്കും അത് ഒട്ടും നല്ലതല്ല. ഇപ്പോഴുള്ള ആഗോളതാപനം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. അപ്പം അങ്ങനെ ഒരു ആശയം കൂടി നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടി സ്കെയിൽഡ് ആയിട്ടുള്ള മോഡൽ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ക്യൂബ് സാറ്റുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെയാണ് നമ്മുടെ ത്രസ്റ്റർ സെറ്റപ്പ് വരുന്നത്. ഇതിനകത്തുള്ളത് ഇതാണ് നമ്മുടെ ഓരോ ത്രസ്റ്ററുകൾ. നമ്മൾ 3 ത്രസ്റ്ററുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ത്രസ്റ്ററിലേക്കുള്ള പവർ സപ്ലൈൻ്റെ വോൾട്ടേജ് ബൂസ്റ്ററുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ബാറ്ററികളുമാണ്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു പ്രോട്ടോടൈപ്പിൻ്റെ മൊത്തം ഒരു കൺട്രോൾ സിസ്റ്റമാണ്. ഇതിനകത്ത് നമ്മൾ സാധാരണ എല്ലാ സ്പേസ് ക്രാഫ്റ്റിലും കാണപ്പെടുന്ന പോലെ തന്നെ ഒരു ഡ്യുവൽ ബ്രെയിൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മെയിൻ ബ്രെയിനായിട്ട് വരുന്നത് ESP32 എന്ന് പറഞ്ഞൊരു MCUയും സെക്കൻഡറി ബ്രെയിനായിട്ട് വരുന്നത് ESP32C6 എന്ന് പറഞ്ഞൊരു MCU ആണ്. പിന്നെ കൂടാണ്ട് നമ്മൾ ഇതിനകത്ത് ഒരു SD ലോഗിങ് മൊഡ്യൂള്, അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഓരോ റീഡിങ്സും കാര്യങ്ങളൊക്കെ അതിനകത്തുള്ള SD കാർഡിൽ സേവ് ആവും. നമുക്ക് പിന്നീട് അത് കമ്പ്യൂട്ടറുകളിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതിലെങ്കിലും ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തം റീഡിങ്ങുകളും എല്ലാം വിലയിരുത്താൻ പറ്റും. ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് വിലയിരുത്താൻ പറ്റും. കൂടാണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇവിടെ ആയിട്ട് നമ്മളൊരു വോൾട്ടേജ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്കുള്ള ഈ ഒരു ത്രസ്റ്റർ സെറ്റപ്പിലേക്കുള്ള വോൾട്ടേജുകളും സെൻസറിലേക്കുള്ള വോൾട്ടേജാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു TCA 9548 എന്ന് പറഞ്ഞൊരു മൾട്ടിപ്ലക്സർ സ്വിച്ച് കാണും. അത് എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം നമ്മൾ 2 ബ്രെയിൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ ബ്രെയിൻ എങ്ങാനും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ലോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെക്കൻഡറി ബ്രെയിൻ ഇതിനെ മൊത്തത്തിൽ ഈ സിസ്റ്റത്തിനെ മൊത്തം ഡ്രൈവ് ചെയ്യും. അപ്പം OLED ഡിസ്പ്ലേ 2ലേക്കും സ്വിച്ചായി മാറി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു IN219 എന്ന് പറഞ്ഞൊരു കറണ്ട് സെൻസർ കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് ഈ ത്രസ്റ്ററിലേക്കുള്ള കറണ്ട് മെഷർ ചെയ്യുന്നതാണ്. ഒരു ഹൈ വോൾട്ട് റിലേ വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിലേക്കുള്ള മൊത്തം വോൾട്ടേജിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങാനും എവിടുന്നെങ്കിലും വരുന്ന വോൾട്ടേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻസറിലേക്ക് പോകേണ്ട വോൾട്ടേജ് അധികമായിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അമിത പ്രവാഹം തടയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്തേക്കെല്ലാം നമ്മൾ പവർ സപ്ലൈ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ESP32 എന്ന് പറഞ്ഞ ഒരു MCU വെച്ചിട്ട് തന്നെയാണ്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ IR സെൻസറിനെ കാണാൻ പറ്റും. IR സെൻസർ പ്ലാസ്മേനെ ഡിറ്റക്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ IR സെൻസർ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു DHT സെൻസറും, അത് ടെമ്പറേച്ചർ സെൻസറാണ്. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വരുന്ന, അതായത് ഈ പ്ലാസ്മ ത്രസ്റ്ററിൽ നിന്ന് വരുന്ന ഈ ചൂട് ഒരുപാടധികം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണല്ലോ. അപ്പം അത് തടയാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഓരോ സെക്കൻഡിലും ഇവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യുകയും അത് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു MCUലേക്ക് കൊടുക്കുക. അതുവഴി നമുക്കിതാ ഈ OLED ഡിസ്പ്ലേയിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പം ഇനി എങ്ങാനും ഇത് ഒരുപാടധികം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഈ സിസ്റ്റം ഫുള്ള് കട്ട് ഓഫ് ആവും.
ഇനി നമ്മളിവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു DF പ്ലെയർ MP3 എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ കാണാൻ പറ്റും. അത് നമ്മളൊരു സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു എറർ വന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒരുപാടധികം കൂടി, അങ്ങനെ എന്തെങ്കിലും ഒരു സേഫ്റ്റി ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ MCU ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്കുള്ള വോൾട്ടേജ് എല്ലാം കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി എങ്ങാനും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു DF പ്ലെയറിൽ നമ്മളൊരു SD കാർഡ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മളൊരു സൗണ്ട് ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് അതിവിടെ പ്ലേ ആവും. അതായത് എമർജൻസി സിറ്റുവേഷൻ നിങ്ങൾ ഇത് മാനുവലി ഇതിനകത്തേക്കുള്ള പവർ സപ്ലൈ കട്ട് ഓഫ് ചെയ്യണം എന്നുള്ളത്. എല്ലാവർക്കും നന്ദി. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൊടുക്കാം.